The Congress party has committed 5 guarantees to the people of Kerala. കോൺഗ്രസ് പാർട്ടി കേരളത്തിലെ ജനങ്ങൾക്ക് 5 ഗ്യാരണ്ടികൾ 5 വാഗ്ദാനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ്. These are guarantees that are designed to protect the people of Kerala. ഇത് കേരളത്തിലെ ജനങ്ങളെ പ്രയാസങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഗ്യാരണ്ടികളാണ്, ഉറപ്പുകളാണ്. These are guarantees that are designed to help young people start businesses. ഇത് ചെറുപ്പക്കാർക്ക്, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉറപ്പുകളാണ് കോൺഗ്രസ് പാർട്ടിയും UDFും നൽകുന്നത്. These are guarantees that are designed to free the imagination of the women of Kerala. ഇത് കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളുമാണ് കോൺഗ്രസ് നൽകുന്നത്. The first guarantee, and I can see many women here today, the first guarantee is free travel in Kerala's buses for all our women. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒന്നാമത്തെ ഗ്യാരണ്ടി നമ്മുടെ സഹോദരിമാർക്ക്, സ്ത്രീകൾക്ക് കേരള KSRTC ബസ്സിൽ സൗജന്യ യാത്രയാണ് ഒന്നാമത്തെ ഗ്യാരണ്ടി. We want you to travel freely, whatever you want to do, whether you want to go to college, university, whether you need to go shopping, whether you want to go to work, we want you to go comfortably and feel protected. That is why all women will travel for free in Kerala's buses the day the UDF government comes to power. നമ്മുടെ സഹോദരിമാരെ എവിടെ പോകണമെങ്കിലും, കോളേജിൽ പോകണമെങ്കിൽ, മാർക്കറ്റിൽ പോകണമെങ്കിൽ, ആശുപത്രിയിൽ പോകണമെങ്കിൽ, ബന്ധുവീട്ടുകളിൽ പോകണമെങ്കിൽ, എവിടെ പോകണമെങ്കിലും നമ്മുടെ സഹോദരിമാർക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര UDF അനുവദിക്കുന്നതാണ്. The second guarantee also for women is 1,000 rupees a month for every single college and university going girl in the state of Kerala. രണ്ടാമത്തെ ഗ്യാരണ്ടി, കോളേജിൽ പോകുന്ന പെൺകുട്ടികൾക്ക് മാസാമാസം 1000 രൂപ വീതം ഗവൺമെന്റ് നൽകും. അതാണ് രണ്ടാമത്തെ ഗ്യാരണ്ടി, രണ്ടാമത്തെ ഉറപ്പതാണ്. Kerala, the backbone of Kerala is its women, and that is why we want to protect them and make them comfortable. കേരളത്തിന്റെ ശക്തി നമ്മുടെ സഹോദരിമാരാണ്. അവരെ സംരക്ഷിക്കുന്നതിനാണ് ഈ പദ്ധതികൾ, ഈ വാഗ്ദാനങ്ങൾ, ഈ ഉറപ്പുകൾ കോൺഗ്രസ് പാർട്ടിയും UDFും മുന്നോട്ട് വെക്കുന്നത്. Now young men are going to say, you are giving women 1,000 rupees a month, you are giving them free bus travel, what about us? നിങ്ങൾക്ക് 1000 രൂപ മാസം കിട്ടുക മാത്രമല്ല, നിങ്ങൾക്ക് KSRTCയിൽ സൗജന്യ യാത്രാ സൗകര്യം ഉണ്ടാക്കി തരിക മാത്രമല്ല, മറ്റ് ക്ഷേമ പദ്ധതികളും ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. We are going to give interest-free loans of up to 5 lakh rupees for any youngster, boy or girl, who wants to start a business. എല്ലാ യുവതി യുവാക്കൾക്കും സംരംഭങ്ങൾ തുടങ്ങുന്നതിന് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്, ഉറപ്പ് നൽകുകയാണ്. Narendra Modi and your chief minister partner with big businesses to destroy small and medium businesses. We are going to give funding to small businesses, medium businesses, and ensure that unemployment is tackled in this state. നരേന്ദ്രമോദിയും പിണറായി വിജയനും ചെറുകിട, ഇടത്തര വ്യാപാര, വാണിജ്യ, വ്യവസായ സ്ഥാപനങ്ങളെ തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ UDFും കോൺഗ്രസും ചെറുകിട, ഇടത്തരം വ്യാപാര, വാണിജ്യ, വ്യവസായ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. For senior citizens, we have committed that we are going to have a dedicated ministry for them, and we are going to increase their welfare pension to 3,000 rupees. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി അവരുടെ ക്ഷേമ പദ്ധതി 3000 രൂപയായി ക്ഷേമ പെൻഷൻ ഉയർത്താൻ തീരുമാനിക്കുന്നു. മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേകമായ അവരുടെ ക്ഷേമത്തിനായി ഒരു വകുപ്പ് തന്നെ, ഒരു പ്രത്യേക വകുപ്പ് തന്നെ പ്രവർത്തിക്കുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുകയാണ്. This election is an election between different types of values. ഇത് 2 മൂല്യങ്ങൾ തമ്മിലുള്ള മത്സരമാണ്, വ്യത്യസ്തങ്ങളായ 2 ആശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. Kerala has a particular tradition. I was member of parliament here for 5 years. I understood the value system of the people of Kerala. കേരളത്തിന് ഒരു പ്രത്യേകമായ പാരമ്പര്യമുണ്ട്. 5 വർഷക്കാലം വയനാടിന്റെ MP ആയി പ്രവർത്തിച്ചതുകൊണ്ട് എനിക്കറിയാം കേരളത്തിന്റെ മൂല്യങ്ങൾ, കേരളത്തിന്റെ നന്മ എനിക്ക് നേരിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ച കാര്യമാണ്.
Kerala always chooses love over hatred. കേരളം എപ്പോഴും സ്നേഹമാണ്, വെറുപ്പല്ല, ശത്രുതയല്ല. കേരളത്തിന്റെ മുദ്രാവാക്യം, കേരളത്തിന്റെ പ്രവർത്തന ശൈലി നന്മയുടേതാണ്, വെറുപ്പിന്റേതല്ല. Happiness over anger. Happiness over anger. നമ്മുടെ വെറുപ്പിനേക്കാൾ ദേഷ്യത്തെക്കാൾ നമ്മൾ സ്നേഹത്തിനും നന്മയ്ക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. Humility over arrogance. നമുക്ക് എളിമയാണ്, നമുക്ക് ധിക്കാരത്തെക്കാൾ അഹങ്കാരത്തെക്കാൾ എളിമയാണ് മലയാളികളുടെ മുഖമുദ്ര. Unity and brotherhood over division. നമുക്ക് ഐക്യമാണ്, നമ്മൾ എതിർപ്പിനേക്കാൾ വിഭാഗീയ ചിന്താഗതിയേക്കാൾ ഐക്യത്തിനാണ് നമ്മൾ പ്രാമുഖ്യം നൽകുന്നത്. Kerala has always been a non-violent place. All your leaders, people like Narayana Guru, spoke about unity, spoke about love, spoke about affection. None of them preached hatred and violence. കേരളം എപ്പോഴും സമാധാനത്തിന്റെ ഒരു സന്ദേശമാണ് കേരളത്തിന്റെ പാരമ്പര്യം. നാരായണ ഗുരുസ്വാമിയെ പോലുള്ള ആളുകൾ നമുക്ക് സമാധാനത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് കേരളം മുറുകെ പിടിക്കുന്ന സന്ദേശം. The partnership of the BJP and the left front propagates hatred, violence, anger and arrogance. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും ഈ സമാധാനത്തിന് പകരം അവർ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർ വെറുപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവർ ജനങ്ങളുടെ ഐക്യത്തിന് പകരം ജനങ്ങളുടെ വിഭാഗീയതയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. അതിനെയാണ് അവർ കേരളത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത്. While the UDF brings people together, preaches love, affection and kindness. UDF ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും മാതൃകയിൽ മുന്നോട്ട് പോകാനുള്ള സന്ദേശമാണ് ഐക്യ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകുന്നത്. We are approaching a dangerous time. നമ്മൾ അതിനുവേണ്ടി ആളുകളെ സമീപിക്കുകയാണ്. ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നുള്ള മോചനമാണ് UDF ആഗ്രഹിക്കുന്നത്. The world is becoming unstable. നമ്മുടെ ലോക രാജ്യങ്ങളിൽ തന്നെ ഇന്ന് വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. You can see the tragedy that is unfolding in the Middle East. മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. In times like this, it is important to keep people together, to be humble, to be safe. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ശാന്തരാകാൻ, വിനയാന്വിതരാകാൻ, ഐക്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് നമ്മൾ നൽകേണ്ട സന്ദേശം. We have to fix the unemployment problem that the left has created. ഇടതുപക്ഷം ഉണ്ടാക്കിയിരിക്കുന്ന ഈ വിഭാഗീയതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. And the UDF is best positioned to do that. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് സാധിക്കുക. The final guarantee that I left for last is our new healthcare scheme. ഇന്നത്തെ ഏറ്റവും അവസാനം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഇന്നത്തെ ആരോഗ്യ മേഖലയിലുള്ള വലിയ പ്രതിസന്ധിയാണ്. Everybody has somebody who falls ill in their family, some loved one who falls ill. എല്ലാ വീടുകളിലും ഓരോരുത്തർക്കും ഉണ്ട് ബന്ധുക്കള്, വീട്ടുകാര്, സുഹൃത്തുക്കളെ, അയൽവാസികളെ, ആരെങ്കിലും രോഗികളായിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോ രോഗികൾ, നമ്മുടെ അടുത്ത ആളുകൾ രോഗികളായിട്ടുണ്ട്. The UDF government is going to guarantee 25 lakh rupees health insurance for every single family in Kerala. അതിന് ഒരു പരിഹാരം UDF ഒരു ചികിത്സയ്ക്കായിട്ട് 25 ലക്ഷത്തിന്റെ ഒരു ഇൻഷുറൻസ് സ്കീം ഗ്യാരണ്ടിയായി ഐക്യ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കുകയാണ്. So that anybody who falls sick, anybody who is ill is protected. ആർക്കെങ്കിലും അസുഖം വന്നാൽ അവരെ സംരക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് ഗ്യാരണ്ടി UDF ഏർപ്പെടുത്തുന്നതായിരിക്കും. The money that is going to be generated is also going to reinvigorate the healthcare scheme, ഇതിനാവശ്യമായ പണം healthcare system. ഈ ആരോഗ്യ മേഖലയുടെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്രോതസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ് UDF മുന്നോട്ട് വെച്ചിട്ടുള്ളത്. And repair the damage that the LDF government has done to it. ഇതുവരെ ഇടതുപക്ഷം ചെയ്തിട്ടുള്ള നാശനഷ്ടങ്ങളുണ്ട്. അവര് ഈ ആരോഗ്യ മേഖലയെ താർക്കിയാണ് ചെയ്തിട്ടുള്ളത്. അതിന് പരിഹാരമുണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. In conclusion, I want to thank the people of Kerala for what they have taught me and given me.
എല്ലാവർക്കും കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ നന്മയുടേതായ സന്ദേശം ഉൾക്കൊള്ളുന്നതിന് ഞാൻ പ്രത്യേകമായി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. I spent 5 years here as Member of Parliament, and I must tell you, you showed me the depths of Kerala's spirit. ഞാൻ 5 വർഷം MP ആയി പ്രവർത്തിച്ച സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്, നിങ്ങളെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഴവും പരപ്പും നിങ്ങൾ എന്നെ പഠിപ്പിച്ചു, നിങ്ങൾ എനിക്കത് മനസ്സിലാക്കി തന്നു. മലയാളികളോട് ഞാൻ നന്ദിയുള്ളതാണ്. How the people of Kerala stand together, how they respect each other, how they respect all religions and all traditions. It was a real big learning for me and a gift for me. എല്ലാവരും എങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു, ജാതിമത വ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യ സാഹോദര്യത്തിൽ വളരുന്നു. അതാണ് എന്നെ പഠിപ്പിച്ച പാഠം, അതാണ് മലയാളത്തിന്റെ കേരളത്തിന്റെ നന്മ. അതിന് ഞാൻ നന്ദിയുള്ളവനാണ്. And I'd also like to thank all the UDF and Congress workers, every single family members of theirs who have fought and died fighting the left front over here. മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരെയും അവരുടെ കുടുംബാംഗങ്ങളെയും മുഴുവൻ UDF പ്രവർത്തകരെയും ഇടതുപക്ഷത്തിന്റെ ഈ ഏകാധിപത്യത്തിനെതിരെ സമരം ചെയ്ത് പ്രവർത്തിച്ച് രക്തസാക്ഷിത്വം വരിച്ചവരുൾപ്പെടെ ഈ നാട്ടിലുണ്ട്. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ നന്ദിയോടെ ബഹുമാനത്തോടെ ഓർമ്മിക്കുന്നു, ആദരിക്കുന്നു. You've carried our flag in the most difficult circumstances, and I'm proud of every single one of you.